ഫാമിലി. അപ്പോൾ നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ മിസ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്ന ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ ഒരിക്കലും മക്കളെ പഠിക്കാതെ എക്സാം ഹാളിലേക്ക് പോകാൻ പറ്റില്ല. കാരണം വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഈ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ. നിങ്ങൾ ഓൾറെഡി തമ്പിൽ കണ്ടിട്ടുണ്ടാവും. എന്താ? ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓൺ റെസിസ്റ്റിവിറ്റി. ടെമ്പറേച്ചർ നമ്മൾ കൂട്ടുമ്പോൾ റെസിസ്റ്റിവിറ്റിക്ക് എന്താണ് സംഭവിക്കുന്നത്? റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്? നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഈ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ജനറലി മനസ്സിലാക്കേണ്ടത്, ഇതിൽ നമ്മൾ 3 മെറ്റീരിയൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടക്ടേഴ്സ്, ഒന്ന് സെമി കണ്ടക്ടേഴ്സ്, ഒന്ന് അലോയ്സ് ലൈക്ക് നിക്രോം, കോൺസ്റ്റന്റ്. ഇവരുടെ 3 പേരിലും ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റിക്കുള്ള വ്യത്യാസം ഡിഫറെൻറ്റ് രീതിയിലാണുള്ളത്. അപ്പോൾ അതെന്താണ് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഗ്രാഫ് നമ്മൾ വരയ്ക്കാൻ വേണ്ടി പഠിക്കണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ കൂട്ടുകയാണ്, അഥവാ അതിനെ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു മെറ്റീരിയൽ ആലോചിക്കുക. ഈ മെറ്റീരിയലിൻ്റെ ഉള്ളിൽ കുറേ ആറ്റംസ് ഇല്ലേ? ഈ ആറ്റംസിൻ്റെ ഉള്ളിൽ കുറേ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? നമുക്കറിയാം കണ്ടക്ഷൻ എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത് ആരാ? ദാറ്റ് ഈസ് നമ്മുടെ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ മോഷനാണ്. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ഇങ്ങനെ കൊടുക്കുകയാണ്. ആ മെറ്റീരിയലിലേക്ക് നമ്മൾ ചൂടാക്കുമ്പോൾ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആറ്റംസിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രോൺസിന് എനർജി കിട്ടും. അപ്പോൾ ആ എനർജി കിട്ടുമ്പോൾ ഇലക്ട്രോൺസിന് പുറത്തേക്ക് വരാൻ പറ്റും, അതായത് ഫ്രീ ഇലക്ട്രോൺസ് ആവാൻ പറ്റും അല്ലേ? ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺസ് പുറത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ അവർ ഫ്രീ ഇലക്ട്രോൺസ് ആയി. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ കേസ്, നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അയണൈസേഷൻ ഓഫ് ഇലക്ട്രോൺസ് നടക്കും, നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് കൂടും, അഥവാ N കൂടും എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതാണ് ഒന്നാമത്തെ കേസ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റീസ് കൂടും അല്ലെ? തെർമൽ സ്പീഡ് കൂടും. അപ്പോൾ ഇവർ നല്ല സ്പീഡിൽ പോകുമ്പോൾ ഇവർ തമ്മിൽ കൊളീഷൻ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കൊളീഷൻസ് കൂടും അല്ലെ? പെട്ടെന്ന് ഫ്രീക്വൻ്റ്ലി ഇവർ കൊളൈഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ റിലാക്സേഷൻ ടൈമിന് എന്താ സംഭവിക്കുക? ഇവർക്ക് റിലാക്സ് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല അല്ലേ? അതായത് റിലാക്സേഷൻ ടൈം കുറയും. അപ്പോൾ നോക്കുക, ഓൺ ഇൻക്രീസിങ് ടെമ്പറേച്ചർ തെർമൽ സ്പീഡ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻക്രീസ് ചെയ്യുന്നു, ഫ്രീ ഇലക്ട്രോൺസ് കൂടുതലായിട്ട് കൊളൈഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കൊളീഷൻ്റെ ഇടയിലുള്ള സമയം കുറയുന്നു. കൊളീഷൻ്റെ ഇടയിലുള്ള സമയം മീൻസ് ദാറ്റ് ഈസ് ടോ കുറയുന്നു. ഇത് രണ്ടുമാണ് സംഭവിക്കുന്നത്. ഇതിലാരാണ് ഡോമിനൻ്റ് ആയിട്ട് നടക്കുന്നത്? ഇതിലാരാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്? അതിനനുസരിച്ചാണ് റെസിസ്റ്റിവിറ്റിയിൽ മാറ്റം ഉണ്ടാവുക. ബിക്കോസ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് കാണാതെ അറിഞ്ഞേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്നാണ് മിസ് വിചാരിക്കുന്നത്. റെസിസ്റ്റിവിറ്റിൻ്റെ ഇക്വേഷൻ എന്താ? M/N². M എന്ന് വെച്ചാൽ മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. N എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞു നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആണ്. E എന്ന് വെച്ചാൽ ഇലക്ട്രോണിൻ്റെ ചാർജ് ആണ്. ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് റിലാക്സേഷൻ ടൈമാണ്. റെഡിയാണോ? അപ്പോൾ ഇതിൽ ഈ N കൂടുന്നു അല്ലെങ്കിൽ Nലും ടോയിലുമുള്ള വ്യത്യാസമാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? റെസിസ്റ്റിവിറ്റി കൂടുകയോ കുറയോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആദ്യം നമ്മൾ എടുക്കുന്നത് കണ്ടക്ടേഴ്സ് ആണ്. അപ്പോൾ കണ്ടക്ടർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കണ്ടക്ടേഴ്സിൽ ഫ്രീ ഇലക്ട്രോൺസ് ഓൾറെഡി നിറയുണ്ട്. അപ്പോൾ ഈ ഫ്രീ ഇലക്ട്രോൺസ് ഓൾറെഡി അതിലുള്ളത് കൊണ്ട് വീണ്ടും നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ N കൂടുന്നു എന്ന് പറയുന്നതിന് വലിയ ഡോമിനൻസ് ഒന്നുമില്ല. ഏതിലാണ് ഡോമിനൻസ് ഉണ്ടാവുക? റിലാക്സേഷൻ ടൈം കുറയുന്നു എന്നതാണ് ഡോമിനൻറ്റ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻക്രീസിങ് ടെമ്പറേച്ചർ ദ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഡോമിനൻസ് ഇല്ല. ഏതാണ്? റിലാക്സേഷൻ ടൈം ഡിക്രീസ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് ഡോമിനൻസ് ഉള്ളത്. അപ്പോൾ ടെമ്പറേച്ചർ, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, റിലാക്സേഷൻ ടൈം ഇവിടെ കുറയുകയാണ്. റിലാക്സേഷൻ ടൈം കുറഞ്ഞാൽ താഴെയുള്ള ആൾ കുറഞ്ഞാൽ മുകളിലുള്ള ആൾ കൂടും, അതായത് റെസിസ്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യും. സോ വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റിവിറ്റി എന്താ ചെയ്യുന്നത്? ഇവിടെ ഇൻക്രീസ് ആണ് ചെയ്യുന്നത് കണ്ടക്ടേഴ്സിൽ. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എന്താ വരിക? റെസിസ്റ്റിവിറ്റിയും ടെമ്പറേച്ചറും തമ്മിൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു ഇൻക്രീസ് ചെയ്യുന്ന പോലെയാണ് വരിക. ക്ലിയർ? റെഡി? ഇനി നമ്മൾ സെമി കണ്ടക്ടറിൻ്റെ കേസ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. സെമി കണ്ടക്ടറിൻ്റെ കേസിൽ ഇതേപോലെ തന്നെ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ നമുക്കറിയാം സെമി കണ്ടക്ടർ എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഫ്രീ ഇലക്ട്രോൺസ് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുന്നു എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഇലക്ട്രോൺസ് പുറത്ത് ചാടി ഫ്രീ ഇലക്ട്രോൺസ് ആവാനുള്ള
ടെൻഡൻസിയാണ് കൂടുതൽ ഉണ്ടാവുക. അതായത് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് കൂടുന്നു എന്നാണ് ഇവിടെ ഡോമിനൻസ് കേട്ടോ. അപ്പോൾ നോക്കുക, ദ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻക്രീസസ് ഇസ് സിഗ്നിഫിക്കൻറ്റ് ദാൻ ഡിക്രീസ് ഇൻ, അതായത് n കൂടുന്നു എന്നുള്ളതാണ് സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ ഇവിടെ n കൂടുന്നു, താഴെയുള്ള ആൾ കൂടിക്കഴിഞ്ഞാൽ മുകളിലുള്ള ആൾ സ്വാഭാവികമായിട്ടും കുറയും. അപ്പോൾ n കൂടിയാൽ റെസിസ്റ്റിവിറ്റി കുറയും. അപ്പോൾ എന്താ ഉണ്ടാവുക? As temperature increases, resistivity decreases. അപ്പോൾ റെസിസ്റ്റിവിറ്റിയും ടെമ്പറേച്ചറും തമ്മിൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് ഗ്രാഫ് വരിക. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു ഗ്രാഫാണ് ഉണ്ടാവുക കേട്ടോ. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റിവിറ്റി വിൽ ഡിക്രീസ് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതാണ് നമ്മുടെ കണ്ടക്ടേഴ്സ് ലൈക്ക് നിക്രോം, കോൺസ്റ്റൻറ്റൈൻ, അതേപോലെ തന്നെ എന്താണ് മാംഗനൈൻ പോലെയുള്ള ആൾക്കാരുണ്ട് അല്ലേ. ഇവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ n കൂടുന്നു n കുറയുന്നു എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ടാണ്. അപ്പോൾ ഒരാൾ കൂടിയാൽ അടുത്ത ആൾ കുറയുന്നുണ്ട്. സോ സ്വാഭാവികമായിട്ടും ഇയാൾ കുറയുന്നു ഇയാൾ കൂടുന്നു എന്ന് പറയുന്നത് ഈക്വലി നടക്കുന്നത് കൊണ്ട് റെസിസ്റ്റിവിറ്റിക്ക് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. സോ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് എന്താ, റെസിസ്റ്റിവിറ്റി ഈസ് ഇൻഡിപെൻഡൻ്റ് ആണ്. റെസിസ്റ്റിവിറ്റി ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ടെമ്പറേച്ചർ ആണ്. അപ്പോൾ നമ്മൾ റെസിസ്റ്റിവിറ്റിയും അതേപോലെ തന്നെ ടെമ്പറേച്ചറും തമ്മിൽ നമ്മൾ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒരു കോൺസ്റ്റൻ്റ് രീതിയിലാണ് വരിക. ഇത് മൂന്നിൻ്റെയും ഗ്രാഫും ഇതിൻ്റെ എക്സ്പ്ലനേഷനും നമ്മൾ എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. ബിക്കോസ് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകിച്ച് ഗ്രാഫ് തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും, ഇക്വേഷൻ എഴുതാൻ പറയും, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എഴുതാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ആൻഡ് മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോ, ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ എന്ത് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.